നമ്മളിൽ ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ച സമയം, ജീവിതം വളരെ പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പരസ്പരം കാണുന്ന പലർക്കും പറയാനുള്ള വാക്കുകൾ, എത്ര പെട്ടെന്നാ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്, എത്ര പെട്ടെന്നാ മാസങ്ങൾ തീർന്നു പോകുന്നത്, ഇങ്ങനെയുള്ള പരാതികളും സങ്കടങ്ങളുമാണ് തമ്മിൽ കാണുന്ന സമയത്ത് പലർക്കും പറയാനുള്ളതും പരസ്പരം പ്രകടിപ്പിക്കാനുള്ളതും. ഈ ജീവിതത്തിനിടയിൽ എന്തൊക്കെ നമ്മൾ മറന്നാലും നമ്മളുടെ ആയുസ് കുറയുന്നതിന്റെ അടയാളങ്ങൾ നമ്മളെ ശരീരത്തിൽ അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് പല രക്ഷിതാക്കളും പറയുന്നത് പോലെ, ചില യുവാക്കളോട് ചില ആളുകൾ പറയാറില്ലേ, എനിക്ക് പണ്ടത്തെ ആക്കൊന്നും ഒപ്പല്ല, പണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ ഒറ്റയ്ക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ ചില ആളുകൾ മക്കളോടും കുടുംബത്തോടും ആണായാലും പെണ്ണായാലും പറയാറുണ്ട്. അതല്ലെങ്കിൽ ഒരു കണ്ണാടിക്ക് മുൻപിൽ മണിക്കൂറുകളോളം നമ്മളെ സൗന്ദര്യത്തെ നമ്മൾ തന്നെ പ്രശംസിച്ചിരുന്നുവെങ്കിൽ, ഇന്ന് താടിയകൾക്കിടയിലും മുടികൾക്കുള്ളിലും വെളുത്ത രോമങ്ങൾ പുറത്തേക്ക് പൊന്തി വരുമ്പോ അത് നമ്മളുടെ പലരുടെയും മനസ്സിനെ അലോസരപ്പെടുത്താറുണ്ട്. എന്തിനേറെ ശരീരത്തിന്റെ പല ഭാഗത്തുമുള്ള ചുളിവുകളും ശേഷിക്കുറവും നമ്മളെ സമയത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന അടയാളമായിട്ടാണ് ഉലമാക്കളും മുൻഗാമികളായ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം ഇനി ഒരിക്കൽ കൂടി കിട്ടാത്ത ജീവിതമാണ്. ഇനി ഒരിക്കൽ കൂടി അള്ളാഹു നമുക്ക് അവസരം തരികയില്ല. ഇനി നമ്മളെ പലരുടെയും ജീവിതത്തിൽ ഇനിയൊരു കൗമാരമില്ല, ഇനിയൊരു യൗവനമില്ല. ഇനി സംഭവിക്കാനുള്ളത് മരണവും മരണാനന്തര ലോകത്തേക്കുള്ള യാത്രയും മാത്രം. പക്ഷേ നമ്മളിൽ പലരും അത് അംഗീകരിക്കാൻ മടി കാണിക്കുന്നവരാ. പ്രായമായോ എന്ന് ചോദിച്ചാൽ ആ പ്രായമായോ എന്ന ചോദ്യം കുത്തിപ്പറയലായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. വയസ്സായി തുടങ്ങി എന്നത് കേൾക്കാൻ പോലും നമുക്ക് താല്പര്യമില്ലെങ്കിൽ, അള്ളാഹു പഠിപ്പിച്ചതുപോലെ നബിയെ, അവരിൽ പലരും ദുനിയാവിനെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിനെ സന്തോഷിപ്പിക്കാനാണ് അവർക്ക് ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. എങ്കിൽ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, ഒരിക്കലും ജരാനരകൾ ബാധിക്കാത്ത, ഒരിക്കലും ശരീരം ചുളിയാത്ത, ഒരിക്കലും ഒരു കുറവും വരുത്താത്ത പടച്ച റബ്ബിന്റെ പരലോകത്തെ അവർ പലരും മറന്നുകൊണ്ടിരിക്കുകയുമാണ്. ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുമ്പോ നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം നമ്മളെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ്. ദുനിയാവിനൽപ്പം പ്രാധാന്യം കൊടുത്തോക്കൂ, നമ്മുടെ സമാധാനം പോകും. പണമാണ് നമ്മളെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. നിത്യ യൗവനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ആരൊക്കെ എന്നൊക്കെ ദുനിയാവിന്റെ പിന്നാലെ ഓടിയിട്ടുണ്ടോ അവർക്കൊക്കെ റബ്ബ് കൊടുക്കുന്ന പരിണിതിയാണ് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുക എന്നുള്ളത്. ഉദാഹരണമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ, ആയുസിന്റെ സിംഹഭാഗവും രാപ്പകലില്ലാതെ നമ്മൾ അധ്വാനിക്കുകയാണ്. കാരണം നമ്മുടെ ലക്ഷ്യം കുടുംബക്കാർക്കിടയിൽ ഒന്ന് അത്യാവശ്യം വിജയിച്ചവനായിട്ട് ജീവിക്കണം. ഒരുപാട് സമ്പാദിക്കുന്നു, ഒരുപാട് വെട്ടിപ്പിടിക്കുന്നു, ഒരുപാട് പറമ്പും സ്ഥലങ്ങളും ഉണ്ടാക്കിക്കൂട്ടുന്നു, വീടുകൾ ബോഡികൂട്ടുന്നു, വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നു, മക്കളെ ആളുകളെ കൊണ്ട് അസൂയപ്പെടുത്തുന്ന രീതിയിൽ വളർത്തുന്നു, പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് സമ്പാദിച്ച് അവസാനം ആ സമ്പാദ്യം പടച്ച റബ്ബിന് കൊണ്ടുപോകാൻ ഒരു സെക്കൻഡ് മതി. 40 45 കൊല്ലം കൊണ്ട് നേടിയെടുത്തത് 2 കൊല്ലത്തെ ഡയാലിസിസിന് മാത്രം ചെലവഴിക്കാനില്ലാതെ ഉള്ളതെല്ലാം വിറ്റുപറുക്കി ഇപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. അപ്പൊ പണം നമുക്ക് സ്വസ്ഥത നൽകിയിട്ടില്ല, തറവാടിന്റെ മോശയും നമുക്ക് സ്വസ്ഥതയുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും ഈ ദുനിയാവിലുള്ളതെല്ലാം നശ്വരമാ, ഏത് സമയത്തും അള്ളാഹു നശിപ്പിക്കാനുള്ളതാ. മനുഷ്യന് ദുനിയാവിൽ കൊടുക്കുന്ന അനുഗ്രഹത്തെ പോലും അള്ളാഹ് ഓർമ്മപ്പെടുത്തി,
നിങ്ങൾക്ക് റബ്ബ് ശരീരത്തിൽ തന്ന അനുഗ്രഹം പോലും അള്ളാഹു നശിപ്പിച്ചു കളയും. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, തീർച്ചയായും ശബാബിക ഖബ്ല ഹറമിക, യുവാക്കളെ നിങ്ങൾ കാത്തിരിക്കേണ്ടത് വാർദ്ധക്യത്തെയാവണം. അല്ലെങ്കിൽ വാർദ്ധക്യം എത്തുന്നതിന്റെ മുൻപ് നിങ്ങൾ നിങ്ങളുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. യുവത്വം കഴിഞ്ഞാൽ ഇനി സംഭവിക്കാനുള്ളത് വാർദ്ധക്യമാ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഏത് രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തിയാലും ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാലും യുവത്വങ്ങളെ ഇനി സംഭവിക്കാനുള്ളത് വാർദ്ധക്യം മാത്രമാണ്. വീണ്ടും അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ആരോഗ്യമാണോ? ഇനി അസുഖം വരാനേയുള്ളൂ. ആരോഗ്യത്തിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാനുള്ളത് അസുഖങ്ങളാണ്. പണ്ടില്ലാത്ത പല സൂക്കേടുകളും ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് കയറി വന്നിട്ടില്ലേ? മറ്റു പലരെയും നോക്കി പലരുടെയും ജീവിതത്തിന്റെ തടിയെപ്പറ്റി പോലും ആശങ്കപ്പെട്ട നമ്മുടെ ജീവിതത്തിലേക്ക് പല രീതിയിലുമുള്ള സൂക്കേടുകൾ കയറി വന്നിട്ടില്ലേ? ഷുഗറും കൊളസ്ട്രോളുമായി, പ്രഷറും മറ്റു പലതുമായി ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലായില്ലേ? ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പം പള്ളിയുടെ അകത്തേക്ക് കയറുന്ന ഒരു വൃദ്ധൻ പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കുന്നത് പോലെയാ നടക്കുന്നത്. ഒരു കാലത്ത് അദ്ദേഹം ചുറുചുറുക്കോടെ ഓടി നടന്നവനായിരിക്കും. നിങ്ങൾ ആരോഗ്യത്തിന് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാനുള്ളത് നിങ്ങളുടെ അസുഖബാധിതനാവല. ധനികനാണോ? ദരിദ്രനാവും. പൈസക്കാരനായ പിന്നെയും പൈസ എന്നതല്ല, ഒരുപക്ഷെ ദാരിദ്ര്യത്തെയായിരിക്കണം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ തിരക്കുകളിലേക്ക് നിങ്ങളെത്തും. അള്ളാഹു എന്ത് തന്നിട്ടുണ്ടോ അതൊക്കെ ദുനിയാവിൽ അള്ളാഹു എടുത്തു കളയും. ആ എടുത്തു കളയുന്ന ദുനിയാവിന്റെ പിന്നാലെ ഓടരുതെന്നും ഒരിക്കലും അവസാനിക്കാത്ത പരലോകത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്നും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, വാക്ക് റബ്ബിന്റേതാണെങ്കിൽ അത് സത്യമായിരിക്കും. ഇന്ന വഅദല്ലാഹ്, അല്ലാഹുവിന്റെ കരാറ്, ഹഖ്ഖുൻ, അത് സത്യമായിരിക്കും, അത് യാഥാർത്ഥ്യമായിരിക്കും. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഒരിക്കലും ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ദുനിയാവിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കട്ടെ, ദുനിയാവ വലുത് എന്ന് നിങ്ങൾ മോഹിക്കാതിരിക്കട്ടെ. അതോടൊപ്പം തന്നെ വലാ യുഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, അല്ലാഹുവിന്റെ കഠിന ശത്രുവും വഞ്ചകനുമായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ദുനിയാവിനെ മോഹിപ്പിക്കുന്നത് പിശാച. പിശാച് പല ചിന്തകളും മനസ്സിൽ തരുമ്പോഴാ ദുനിയാവിന്റെ പിന്നാലെ ഓടാൻ തോന്നുന്നത്. ആ പിശാച് വർണ്ണിക്കുന്ന ദുനിയാവും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പല കുടുംബങ്ങളും ഈ വഞ്ചനയിൽ പെട്ടുപോയവരാ. അതുകൊണ്ട് കൂലിയുമില്ലാത്തവനും ഐഫോണിന്റെ പിന്നാലെ ആർത്തി പിടിച്ചോടുന്നത്. 1.25 ലക്ഷത്തിന്റേത് കയ്യിലുണ്ടായിട്ടും ഉപയോഗിക്കാൻ ഒരു കൊല്ലം തികയാതിരുന്നിട്ടും 1.25 ലക്ഷത്തിന്റെ ബ്രാൻഡിലേക്ക് മനുഷ്യന്റെ ചെറുപ്പം മുതൽക്കേ മനസ്സിനെ മാറ്റുന്നത് ആ ആർത്തിയ, ആ പിശാചിന്റെ തന്ത്രമാ. വഞ്ചകനായ പിശാചിന്റെ ചെയ്തിയിൽപ്പെട്ട് ഈ ദുനിയാവാണ് വലുതെന്ന് കരുതി ആർത്തി പിടിച്ചോടുന്ന മനുഷ്യരോട് വീണ്ടും അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, എന്താണ് വഞ്ചന എന്നറിയുമോ? കൂടെയുണ്ടാകുമെന്ന് മോഹിപ്പിക്കുകയും പക്ഷേ കൂടെ പോരാതിരിക്കുകയും ചെയ്യലാണ് വഞ്ചന. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ഉപകാരപ്പെടാതായി പോകുകയും ചെയ്യുന്നതാണ് വഞ്ചന. അങ്ങനെയെങ്കിൽ ഈ ദുനിയാവിന്റെ പലതും നമ്മളെ വഞ്ചിച്ചിട്ടുണ്ട്. മുൻഗാമികളായ ഉലമാക്കൾ അവരുടെ ഒരു കഥയുടെ വിശദീകരണത്തിലൂടെ വളരെ കൃത്യമായി ആ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. ധനാഢ്യനായ ഒരു മനുഷ്യൻ, സമ്പത്തിന്റെ എല്ലാ സമാധാനത്തിലും ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനാകെയുള്ളത് അദ്ദേഹത്തിന്റെ 3 ഭാര്യമാരാ. മരണം കൺമുൻപിലെത്തിയപ്പോ ആദ്യത്തെ ഭാര്യയെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു. ആ പെണ്ണിനോട് അയാൾ പറഞ്ഞു, പെണ്ണെ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി പലതും ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, നിന്റെ കണ്ണ് നിറയാതിരിക്കാൻ പലരെയും ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ഖബറിലേക്ക് പോകുന്ന എന്റെ കൂടെ നീ എന്നെ സഹായിക്കാൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് തിരിച്ചു പറഞ്ഞ മറുപടി, വിഡ്ഢിയായ മനുഷ്യ, നീ എനിക്ക് വേണ്ടി ജീവിച്ചതൊക്കെ നേരെ തന്നെയാണെങ്കിലും നിന്റെ മരണത്തിന് ശേഷം എന്നെ കൊണ്ടു നടക്കാൻ പലരും ഇവിടെ ബാക്കിയുണ്ട്. അവരെന്നെ ഏറ്റെടുക്കും, അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്റെ സമയം ചെലവഴിക്കും. അയാൾ അത്ഭുതത്തോടെയും സങ്കടത്തോടെയും പറയൂ, റബ്ബേ, ഇവക്കായിരുന്നോ ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തത്? രണ്ടാമത്തെ ഭാര്യ അദ്ദേഹം അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് പറയും, പെണ്ണെ, എവിടെയാണോ നീ, അവിടെ വന്ന് നിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആരും അറിയാതെ നിന്നെ ഞാൻ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്,
മറ്റൊരാൾ നിന്റെ നേരെ നോക്കുന്നത് പോലും എനിക്ക് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. നീ എന്റേതാണെന്ന ധാരണയിൽ ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. ഇന്നൊന്നിനും പറ്റാതെ 6 അടി മണ്ണിലേക്ക് പോകുമ്പോ നീ എന്നെ സഹായിക്കാൻ എന്റെ കബറിലേക്ക് പോരുമോ? അവളും പുച്ഛത്തോടെ തിരിച്ചു പറയും, ഒറ്റക്ക് കൊണ്ടു നടന്ന നിങ്ങളിൽ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. നിങ്ങളൊന്ന് മരിച്ചാൽ എന്നെ ഏറ്റെടുക്കാൻ പലരുമുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിലെ പലരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളറിയാതവരെന്നെ മോഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് മടങ്ങിയിട്ട് വേണം എനിക്ക് അവരോടൊപ്പം പോകാൻ. അത്ഭുതത്തോടെയും സങ്കടത്തോടെയും അയാൾ വീണ്ടും ചിന്തിക്കും, റബ്ബേ, ഇവക്ക് വേണ്ടിയായിരുന്നോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? മൂന്നാമത്തെ പെണ്ണിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, നിന്നെ ഞാൻ നല്ലോണം പരിഗണിച്ചിട്ടില്ല. എന്റെ ഒഴിവ് സമയവും എനിക്ക് നേരം കിട്ടുമ്പോഴും മാത്രമേ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അത് പലപ്പോഴും ആഴ്ചയിലോ മാസത്തിലോ ആയിരിക്കും. പക്ഷെ ഇന്ന് എന്നെ സഹായിക്കാൻ നീ എന്റെ കൂടെ പോരുമോ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് അദ്ദേഹത്തോട് അവൾ കണ്ണീരോടെ പറയും, പോരാൻ ഞാൻ റെഡിയാ. പക്ഷെ ഏത് സമയം വരെ നിങ്ങളോടൊപ്പം കബറിലേക്ക് എനിക്ക് എത്ര യാത്ര ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഉറപ്പില്ല. നിങ്ങൾ എന്നെ നോക്കിയ സമയത്തിന്റെ അളവനുസരിച്ച് എനിക്ക് നിങ്ങളെ പരിഗണിക്കാൻ പറ്റും. അന്നയാൾ കണ്ണുനീരോടെ റബ്ബിനോട് പറയും, നാഥാ, ഇവളെയായിരുന്നു ഞാൻ സ്നേഹിക്കേണ്ടത്. ഇതൊരു ഹദീസ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ വെച്ച് വിശദീകരിച്ചു കൊടുത്തൊരു ഹദീസ്. യത്ബഉൽ മയ്യിത്തു സലാസുൻ, ഒരാൾ മരിക്കുന്നതോടുകൂടി 3 കാര്യങ്ങൾ അയാളോടൊപ്പം അയാളുടേതായി കബർപ്പറമ്പിലേക്ക് പോകും. അഹ്ലുഹു, ഒന്നവന്റെ കുടുംബമായിരിക്കും. വമാലുഹു, 2 അവന്റെ ധനമായിരിക്കും. 3 വഅമലുഹു, അവന്റെ അമലുകളായിരിക്കും, കർമ്മങ്ങളായിരിക്കും. ഫയർജിഉ ഇസ്നാനി, 2 അവനെ കബറിലേക്ക് വെക്കുന്നതോടുകൂടി അവരിങ്ങ് തിരിച്ചു പോരും. ആദ്യത്തേത് അഹ്ല്, കുടുംബം. കുടുംബത്തിന് വേണ്ടിയാ അവൻ ജീവിച്ചത്. കുടുംബം കരയാതിരിക്കാനാ കഷ്ടപ്പെട്ടത്. കുടുംബത്തെ സന്തോഷിപ്പിക്കാനാ പലതും ചെയ്തത്. പക്ഷെ നിങ്ങൾ മണ്ണിലേക്ക് വെച്ചാൽ ഒരു ഭാര്യയും നിങ്ങളെ കൂടെ കിടക്കാൻ കബറിലേക്കുണ്ടാവില്ല. ഒരു ഭർത്താവും നിങ്ങളോട് ചേർന്ന് കിടക്കില്ല. ഒരു മക്കളും നിങ്ങൾക്ക് ആ കബറിലേക്ക് കൂടെ പോരില്ല. നിങ്ങൾ ഉണ്ടാക്കി വെച്ച ദുനിയാവിലെ ഒരു സംഘബലവും നിങ്ങൾക്ക് ആ കബറിലേക്ക് ഉണ്ടാവില്ല. കാരണം ആ ഉമ്മാക്കിനിയും മക്കളുണ്ട്, ആ മക്കൾക്കിനിയും ഭാര്യമാരുണ്ട്, ആ മക്കൾക്ക് വീണ്ടും മക്കളുണ്ട്. അവരവരെ സന്തോഷത്തിന് നിങ്ങളെ കബറിലേക്ക് വെച്ചിങ്ങ് തിരിച്ചു പോരും. രണ്ടാമതായി വമാലുഹു, അവന്റെ ധനം. എവിടെയാണോ പണം അവിടെ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഒരാളുടെയും സമ്പത്ത് കെട്ടിയ പെണ്ണിന് പോലും അളവറിയില്ല. സ്വന്തം ചോര ജ്യേഷ്ഠന് പോലും അളവറിയില്ല. ആരുമറിയാതെ കെട്ടിപ്പൂട്ടി വെച്ച ധനം മരിച്ച് കബറിലേക്ക് വെക്കുന്നത് വരെ മാത്രമേയുള്ളൂ. മരിച്ച വാപ്പാന്റെ ബാങ്ക് ബാലൻസ് അന്വേഷിച്ച് വാപ്പാന്റെ മുതൽ വീതിക്കാൻ വാപ്പാന്റെ മണ്ണിലേക്കും കബറിലേക്ക് ആ മയ്യത്ത് വെച്ച ആഴ്ചകൾക്കുള്ളിൽ തന്നെ മക്കളത് പങ്കിട്ടെടുക്കും. ആ രണ്ടാമത്തെ മാലെന്ന പെണ്ണ് പറയും, നിങ്ങളൊന്ന് കബറിലേക്ക് പോയി കിട്ടിയാ മതി, നിങ്ങൾ ഇന്നെ ഒറ്റക്ക് കൊണ്ടിടുന്നതല്ലേ, ഇനി ഞാൻ നിങ്ങളെ മക്കളെപ്പരും പോവും. 4 മക്കളും കൂടി ഇന്നെ പങ്കിട്ടെടുക്കും. നിങ്ങൾ സ്നേഹിച്ചതിനേക്കാളും ആ മക്കൾ ഇന്നെ സ്നേഹിക്കും. അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലെ പലർക്കും ഇന്നെ ഉപകാരപ്പെടും. അവർക്ക് ധനമായി അവരുടെ കൂടെ ഞാൻ അങ്ങ് പോകും. രണ്ടാമത്തതും കബറിന്റെ അരികിൽ നിന്ന് തിരിച്ചു പോരും. മൂന്നാമത്തെ ഭാര്യ, നമ്മൾ ചെലവാക്കിയ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്ത അമലുകൾ, സൽക്കർമ്മങ്ങൾ അത് വളരെ കുറവാ. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തെങ്കിലായി, മാസത്തിൽ ഒരിക്കൽ ചെയ്തെങ്കിലായി. ഈ കഴിഞ്ഞ ഒരാഴ്ചന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊന്ന് എണ്ണിയാൻ പറഞ്ഞാൽ എണ്ണത്തിന് കയ്യിന്റെ വിരലുകൾ പോലും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതായി പോകും. അത്രയും നന്മ ചെയ്തത് നമ്മൾ കുറവായിരിക്കും. അതുകൊണ്ട് ആ തിരുദൂതൻ പഠിപ്പിച്ചതും വാഹിദുൻ, കൂടെ പോരുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമാ. അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ആ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി എന്നും സഹാബത്ത് ധൃതി കാണിച്ചിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായ പരിചാരികനായിരുന്ന റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒളു എടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊരു പുണ്യ സൽക്കർമ്മം എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ പുഞ്ചിരിയോടെ റസൂൽ ചോദിച്ചു, എന്താ റബീഅ, എന്തോ ചോദിക്കാനുണ്ടല്ലോ? റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, എനിക്കൊരാഗ്രഹമുണ്ട്. റസൂൽ ചോദിച്ചു, എന്തേ റബീഅ, എന്താണ് നിന്റെ ആഗ്രഹം? ഫഖുൽതു, റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതുപോലെ നിങ്ങളെ പരിചാരകനായി സ്വർഗത്തിൽ എനിക്ക് സ്ഥാനം വേണം. നിങ്ങളെ സേവിക്കാൻ സ്വർഗത്തിൽ എനിക്കൊരു ഇടം വേണം. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വയറദാക, വേറെന്തെങ്കിലും മതിയോ റബീഅ, വേറെന്തെങ്കിലും വേണോ റബീഅ?
റബീഅ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഇല്ല നബിയേ, ഫദാക, എനിക്കത് കിട്ടിയാ മതി. നിശബ്ദനായി നിന്ന തിരുദൂതൻ പിന്നീട് റബീഅനോട് പറഞ്ഞത്, എങ്കിൽ റബീഅ, ഞാൻ അത് എനിക്ക് വാക്ക് തന്നു എന്നല്ല, ഫഅദിന്നി, റബീഅ, നീ എന്നെ ഒന്ന് സഹായിക്കണം. അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ ഒരുപാട് സുജൂദുകൾ ദീർഘിപ്പിച്ച് ഒരുപാട് നന്മകൾ അധികരിപ്പിച്ച് എന്നെ സഹായിക്കണം റബീഅ, അല്ലാതെ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഈ ഹദീസിന്റെ നിർവചനത്തിൽ ഉലമാക്കൾ പഠിപ്പിച്ചു, ദുനിയാവ് ഒരിക്കലും മായാലോകമായി സ്വീകരിച്ചവർക്ക് ആഖിറത്തിലേക്ക് വിഭവം കുറവായിരിക്കും. സഹാബാക്കളുടെ ചരിത്രം പരിശോധിക്കുമ്പോ അവര് ദുനിയാവിനെ പേടിച്ചിരുന്നു, എന്തു കൂടുതൽ കിട്ടിയാലും അവർക്ക് ആശങ്ക തോന്നിയിരുന്നു. നാളെ പരലോകത്ത് റബ്ബ് തരാൻ തീരുമാനിച്ചത് ദുനിയാവിൽ തന്നു തീർക്കാണോ എന്ന ബേജാറ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഇന്ന് 2.5 ലക്ഷം ഈത്തപ്പഴ കൊലച്ചു നിൽക്കുന്നതാണ് ബൈറുഹ തോട്ടം. ആ തോട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈത്തപ്പനകൾ കൂടുതലാണ്. ആ 2.5 ലക്ഷത്തിലധികം ഈത്തപ്പനകളുള്ള ബൈറുഹ തോട്ടം അബൂ തൽഹാന്റെ കയ്യിലാണെന്ന് എല്ലാ സഹാബാക്കൾക്കും അറിയാം. പക്ഷെ ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അരികിൽ വന്നൊരു പരാതി പറഞ്ഞു, നബിയേ, എന്റെ നമസ്കാരം അശ്രദ്ധമായി തുടങ്ങി. എന്താ അബൂ തൽഹ കാരണം? ഞാൻ എന്റെ തോട്ടത്തിൽ വെച്ച് നമസ്കരിക്കുമ്പോ പല ഇണക്കുരുവികളും വന്ന് എന്റെ ഈത്തപ്പഴം കൊത്തിത്തിന്നും. അങ്ങനെ തിന്നുമ്പോൾ ചിലപ്പോൾ അവർ ചുണ്ടോട് ചുണ്ട് ചേർത്ത് പ്രണയം പുതുക്കും. അതിന്റെ കലവിലെയും ആ പ്രണയ സല്ലാപവും കണ്ട് എന്റെ നമസ്കാരത്തിന് വല്ലാത്തൊരു പോരായ്മ പോലെ തോന്നുന്നു നബിയെ. എന്റെ മനസ്സതിന്റെ നേരെ പോകുന്നു റസൂലേ. അതുകൊണ്ട് പ്രവാചക, എന്റെ തോട്ടം എനിക്ക് വേണ്ട, അത് ഇസ്ലാമിനെ ഞാൻ ദാനമായി തന്നിരിക്കുന്നു, എനിക്ക് ആ തോട്ടം വേണ്ട നബിയെ എന്ന് പറഞ്ഞവര് ഭയപ്പെട്ടിരുന്നു. അല്ലാഹു തആല ദുനിയാവിൽ എന്തു കൊടുത്താലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ ഇറാഖിനെ യുദ്ധത്തിൽ കീഴടക്കിയപ്പോ ഇറാഖ് സൈന്യത്തിന്റെയും ഇറാഖ് ഭരണത്തിന്റെയും ഭാരിച്ച സ്വത്തുക്കൾ, സ്വർണ്ണാഭരണങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിൽ കൂട്ടിയിടപ്പെട്ടു. ആ സ്വർണത്തിലേക്ക് നോക്കി ഉമർ റളിയല്ലാഹു അൻഹു കരയുമ്പം സഹാബാക്കൾ ചോദിച്ചു, എന്തേ ഉമർ, ഈ സ്വർണം കണ്ടിട്ടാണോ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ല സഹാബത്തെ, അള്ളാഹുവിന്റെ റസൂലുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, ലാ യസൂലു, ആ കാലം എന്റെ ഉമ്മത്ത് നാശത്തിന്റെ തുടക്കമായിരിക്കും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ, അൽ ഫഖർ, ദാരിദ്ര്യമായിരിക്കുമോ? അത് പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ട് അവസ്ഥയാകുമോ? തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, അല്ല, അവർ ധനാഢ്യരാകും. പടച്ചറബ് അവർക്ക് വാരിക്കോരി സൗഭാഗ്യങ്ങൾ കൊടുക്കും. മുൻഗാമികൾ കാണാത്ത പല അനുഗ്രഹങ്ങളും അള്ളാഹു അവർക്ക് നൽകും. അവര് സ്വപ്നം കാണാത്ത പല അനുഗ്രഹങ്ങളും അവരിലേക്ക് എത്തിത്തുടങ്ങും. അന്ന് അവർ അള്ളാനെ മറക്കും. അവർ തമ്മിൽ തല്ലും, ദുനിയാവിന് വേണ്ടി വാളെടുക്കും, അവർ തമ്മിൽ കൊല്ലും, ദുനിയാവിന് വേണ്ടി പക കാണിക്കും, പകയുടെ പേരിൽ അവർ അകന്ന് ജീവിക്കും. അതാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലം ആ കാലത്തിലേക്കുള്ള യാത്രയാ. ആളുകൾക്ക് പണമുണ്ട്, ആളുകൾക്ക് വലിയ കൊട്ടാരങ്ങളുണ്ട്, പക്ഷെ മനസ്സുകൾ ഒരുപാട് അകലത്തില. ആർത്തി പിടിച്ചോടുന്ന മനുഷ്യന് മതിയാവാതെ ദുനിയാവിന്റെ മുൻപിൽ വെപ്രാളപ്പെട്ടോടിക്കൊണ്ടിരിക്കുന്ന കാര്യം. ദുനിയാവിനെ സ്നേഹിച്ചാൽ ഉണ്ടാവുന്ന 2 അബദ്ധങ്ങൾ എന്തെന്ന് പോലും തിരുദൂതൻ പഠിപ്പിച്ചു. ഒന്ന്, ദുനിയാവിൽ കഷ്ടപ്പെട്ട് വെട്ടിപ്പിടിച്ചതെല്ലാം നഷ്ടപ്പെടും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പലതും ഒരു കാലത്ത് ഒരുപാട് ആൾക്കാർ വെട്ടിപ്പിടിച്ചതാ, അവർക്കത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പം ആകെ വേണ്ടത് വെട്ടിപ്പിടിച്ചോനും വെട്ടിപ്പിടിക്കാത്തോനും 700 റുപ്യന്റെ 3 വെള്ളത്തുണി മാത്രം. അള്ളാന്റെ അരികിലേക്ക് മടങ്ങാനുള്ള ചെലവ് 700-1000 രൂപയുടെ ചെലവ് മാത്രം. ആ ചെലവിന് മാത്രമുള്ള ജീവിതവുമായി അള്ളാന്റെ അടുത്തേക്ക് പോകുമ്പോ ദുനിയാവ് അവന് നഷ്ടപ്പെടും. രണ്ടാമത്തത്, നഷ്ടപ്പെടുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. ആ നേടിയതിനെ പറ്റി അള്ളാഹ് പരലോകത്ത് ചോദിക്കും. എവിടെന്നൊക്കെ നേടി, ആരെയൊക്കെ പറ്റിച്ചു, എന്തൊക്കെ കുതന്ത്രങ്ങൾ കാണിച്ചു, എന്തൊക്കെ ട്രിക്കിലൂടെ നീ നിന്റെ സ്വത്ത് വർദ്ധിപ്പിച്ചു, ദുനിയാവിന്റെ പവറും മായാലോകവും വെട്ടിപ്പിടിക്കാൻ വേണ്ടി നീ എന്തൊക്കെ കളികൾ കളിച്ചു എന്ന ചോദ്യവും ഉണ്ടാകും. അങ്ങനെ കളിച്ചു നേടിയതും ഈ ദുനിയാവിൽ ഇട്ടേച്ചു പോകേണ്ടി വരും. രണ്ടും അവന് നഷ്ടമായിരിക്കും. മറിച്ച് അവൻ നേടിയെടുത്തത് അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്രയായിരുന്നെങ്കിൽ അവനത് ഉപകാരപ്പെടും. വീണ്ടും തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, അങ്ങനെ ദുനിയാവ് ഒരു മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോ, ദുനിയാവിലാണോ അവന്റെ മനസ്സ് എന്നറിയാൻ ഒരു ലക്ഷണമുണ്ട്. ആ ലക്ഷണം ഇങ്ങനെയാവും: ആരാധനാ കർമ്മങ്ങൾ ഭാരമായി തോന്നും ആ മനസ്സിന്. നമസ്കാരം വലിയ ഭാരമായിട്ട് തോന്നും. നിസ്കരിക്കാൻ നേരം കിട്ടൂല. സമയായി എന്നറിയിക്കപ്പെട്ടാലും ഓൻ അതൊരു ശ്രദ്ധയെ നൽകൂല.
ബാങ്ക് കൊടുക്കുന്നതോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ അവൻ കേട്ടിട്ട് പോലും ഉണ്ടാവൂല. പക്ഷെ അവന്റെ തൊട്ടടുത്തുനിന്ന് ബാങ്ക് കൊടുത്തിട്ടുണ്ടാകും. ഇനി നമസ്കരിക്കാൻ വന്നാലോ ചൊറിഞ്ഞും മാന്തിയും ഫാൻ നോക്കിയും ക്ലോക്ക് നോക്കിയും പ്രായന്റെ കണ്ണി നോക്കിയും മുൻപിൽ തോന്റെ പേര് നോക്കിയും സൈഡിലേക്ക് കണ്ണുകൊണ്ടും കാതുകൊണ്ടും ശ്രദ്ധ കൊടുത്ത് അവനൊരു ഭാരമാക്കി കളയും. അലസനായിരിക്കും, മടിയനായിരിക്കും, നിർബന്ധിച്ചാൽ മാത്രം നിസ്കരിക്കണം എന്നാഗ്രഹിക്കുന്നവനായിരിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ കുടുംബത്തെ ദീനിന്റെ ഇബാദത്തുകളിൽ കൊണ്ടുവരാൻ അവനെ കൊണ്ട് സാധിക്കാതെ വരും. കാരണം അവനൊരു 10 ആയത്ത് ഓതാൻ നേരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 10 ആയത്ത് ഓതിക്കാനും അവരെ കൊണ്ട് പറ്റുന്നില്ല. ഈ അലസതയും ഈ ഭാരവും അവന്റെ മനസ്സിലുണ്ടാകുമ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷായിരിക്കും. അതുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ നേരത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, യാ ബിലാൽ അഖിമി സ്വലാത്ത, ബാങ്കിന് സമയമായിട്ടുണ്ട് ബിലാലെ, അതുകൊണ്ട് അരിഹ്നാ ബിഹാ, നീ ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്ക്. ബാങ്ക് കേൾക്കുമ്പോൾ സഹാബത്തിന് സന്തോഷായിരുന്നു എന്നാ. അള്ളഹാനോട് സംസാരിക്കാൻ നേരം കിട്ടുകയാണല്ലോ, നിന്റെ ആവലാദ്യം സങ്കടവും റബ്ബിനോട് പറയാലോ, നിന്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും അള്ളാന്റെ അടുത്തേക്ക് ഏൽപ്പിക്കാലോ എന്നൊരു സന്തോഷം സഹാബത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഭാരവും നേരം കിട്ടായ്മയും അതല്ലെങ്കിൽ ആഴ്ചയിൽ 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കലൊക്കെ വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി നമസ്കരിക്കാൻ വന്ന് നിന്നിട്ട് പോലും അലസതയും മടിയും ഉദാസീനതയും ചൊല്ലുന്ന വാക്കുകളോട് പോലും ഒരാത്മാർത്ഥത കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ മനസ്സ് ദുനിയാവിൽ പെട്ടുപോയത് കൊണ്ടാണ്. ദുനിയാവിൽ പെട്ടുപോയ മനസ്സിന്റെ ഒന്നാമത്തെ ലക്ഷണ ആരാധനകളിലും ഇബാദത്തുകളിലും ഒരു ഭാരമായി തോന്നുക എന്നുള്ളത്. ആ ഭാരം നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ മടക്കം വെറും കൈയോടെയായിരിക്കും. ചെയ്തു കൂട്ടിയതൊക്കെ അഭിനയങ്ങളായിട്ട് അള്ളാഹു നമ്മളെ തൊട്ട് കണക്കാക്കൂ. ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് റബ്ബിലേക്ക് സ്നേഹിക്കുന്ന ഒരാൾക്ക് 5 റുപ്യ കുറഞ്ഞാൽ അവന്റെ മനസ്സ് വേദനിക്കുകയില്ല. ഇബാദത്തിന്റെ സമയം തെറ്റിപ്പോയ അവന്റെ മനസ്സ് വേദനിക്കും. ആത്മാർത്ഥമായി റബ്ബിനെ സ്നേഹിച്ചവർക്ക് ഓരോ വാക്ക് പറയുമ്പോഴും അള്ളാഹിനെ പറ്റി ബോധമുണ്ടാകും. എന്ത് കേൾക്കുമ്പോഴും അത് കേൾക്കാൻ പാടുള്ളതാണോ എന്നവൻ ചിന്തിക്കും. അതില്ലാത്തവർക്ക് സ്ക്രോൾ ചെയ്തു പോകുന്ന വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും പച്ചയിറച്ചി തിന്നുന്നതിലും കേൾക്കുന്നതിലും യാതൊരു മടിയും ഇല്ലാതാകും. ആ ഒരു ഉദാസീനതയാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ തോന്നുന്നതെങ്കിൽ നമ്മളെ ഹൃദയം അള്ളാന്റെ അടുത്ത് നിന്ന് എത്രയോ ദൂരെയായി പോയിട്ടുണ്ട്. ആ അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ദുനിയാവിനെ നമ്മളൊരു ഇഹലോകത്തേക്കുള്ള പരലോകത്തേക്കുള്ള ഒരു യാത്ര ഇടമായിട്ട് കണ്ടാൽ മതി. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഏത് സമയവും പടച്ചോൻ വിളിച്ചാൽ പോകാനുള്ള അത്ര പവറേ എനിക്കുള്ളൂ എന്ന് ചിന്തിച്ചു തുടങ്ങിയ പിന്നെ പകല്ല, പിന്നെ വെറുപ്പില്ല, ദേഷ്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ജീവിത ദുനിയാവിൽ പൊലിപ്പിച്ച് കാണിക്കാനുള്ളതാണ് എന്നൊരു ചിന്ത പോലും വരുന്നില്ല. ആ തിരിച്ചറിവാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ ദുനിയാവ് അള്ളാഹു ഒരു വിലയും കൊടുക്കാത്ത ഒരു വിഭവമാണെന്നും ദുനിയാവിലെ പദവികളോ സമ്പാദ്യങ്ങളോ തൽപ്പേരുകളോ പാരത്രിക ലോകത്ത് യാതൊരു ഗുണവും ഒരു വിശ്വാസിക്ക് ചെയ്യുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഒരു പണിക്കും പോകരുത്, സമ്പാദിക്കരുത്, ഏതെങ്കിലും തരത്തിൽ അധ്വാനിക്കാൻ പോകരുത്, പടച്ചോൻ തരും എന്ന വിശ്വാസത്തിൽ പൊരയിലിരുന്ന് നാട്ടുകാർ തരുന്നത് കൈനീട്ടി വാങ്ങി തിന്നാ മതി എന്ന അർത്ഥത്തിലല്ല. അല്ലെങ്കിൽ കച്ചവട സ്ഥാപനം തുടങ്ങി എനിക്കൊരു ദുനിയാവിനോട് മോഹല്ല എന്ന് കരുതി അതിൽ ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കലല്ല. ദുനിയാവിനോട് എനിക്ക് വലിയ ആർത്തിയൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് വീട്ടിൽ ചടഞ്ഞുകൂടി പണിക്ക് പോകാതെ, മക്കളെ നോക്കാതെ, പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുക്കാതെ വെറും ഇബാദത്തുമായിട്ട് കഴിഞ്ഞുകൂടണം എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനപ്പെടുത്തരുത്.
മറിച്ച് ആർത്തി പിടിച്ച് ദുനിയാവിന്റെ പിന്നാലെ ഓടരുത് എന്നേ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല കാര്യം കൃത്യമായി പഠിപ്പിച്ചു. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ദുനിയാവിൽ അല്ലാഹു നിനക്ക് തന്നതിനെ കൊണ്ട് നീ പടച്ച റബ്ബിന്റെ പരലോകം രക്ഷപ്പെടുത്തണം. അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ടോ? നിനക്കത് രണ്ട് കൈയും നീട്ടി വാങ്ങാം. നിനക്ക് സാമ്പത്തികമായി നല്ല നിലയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടോ? ആളെ പറ്റിക്കാതെയും വഞ്ചിക്കാതെയുമാണെങ്കിൽ നിനക്കത് ഉപയോഗപ്പെടുത്താം. അത് അല്ലാഹു നിനക്ക് നൽകുന്നതാ, അത് നീ സ്വീകരിച്ചോ. വലാ തൻസാ നസീബക മിനദ് ദുനിയ. ഒരിക്കലും ദുനിയാവിൽ അല്ലാഹു തന്നതിൽ നീ ഒരു പിശുക്ക് കാണിക്കണ്ട, അതൊരു നസീബായിട്ട് നീ കാണുകയും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ തിന്നാൻ പടച്ചോൻ കൈവന്നിട്ടുണ്ടെങ്കിൽ പട്ടിണി അടക്കണമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ഇന്ന് ചില ആളുകൾ കാണിക്കുന്നത് പോലെ നല്ലൊരു കുപ്പായിടാൻ പടച്ചോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീറി പറഞ്ഞ എന്നിട്ടാലേ ലാളിത്യാവൂ എന്ന് ചിന്തിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു അതിഥിക്ക് വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ കോലത്തിനനുസരിച്ച് തിന്നാൻ കൊടുത്താൽ മതി എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. വലാ നസീബക മിനദ് ദുനിയ വലാ തൻസാ നസീബക. ദുനിയാവിൽ പടച്ചോൻ എനിക്ക് തന്നിട്ടുണ്ട്, അതിന്റെ പവറിനനുസരിച്ച് എന്നല്ല, അതിന്റെ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് എനിക്ക് ജീവിക്കാം. എന്റെയിലും പണമുണ്ട്, എനിക്ക് 5 മക്കളുണ്ടെങ്കിൽ എനിക്ക് എന്റെ വീടൊന്ന് 4000 സ്ക്വയർ ഫീറ്റ് ആക്കുന്നത് വലിയ കുറ്റമൊന്നും പടക്കം പറഞ്ഞിട്ടില്ല. എന്നാൽ അതേ സ്ഥാനത്ത് താമസിക്കാൻ ആളില്ലാതെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്കിടയിൽ പേരെടുക്കാനാണ് എന്റെ വീടെങ്കിൽ അത് അള്ളാന്റെ അടുത്ത് കുറ്റം. വീട് വലുതാവരുത്, വാഹനം മുന്തിയതാവരുത്, ഇതൊന്നും പടച്ച റബ്ബ് പറഞ്ഞിട്ടില്ല. താമസിക്കാൻ ആളുണ്ടോ, കുടുംബങ്ങളുണ്ടോ, വീടുകൾ വലുതാക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 5 അടി കട്ടിലിടാനുള്ള റൂമിന് ഒരു അലമാരയും കൂടി ഇടണമെങ്കിൽ ഒരു അത്യാവശ്യം 400-300 റൂമിന് വീതി വേണോ, ഉണ്ടാക്കാം. അത് കണ്ടിട്ട് അപരം പറയും പരുത്ത വീടാന്ന് പറഞ്ഞാലും എനിക്ക് അള്ളാന്റെ അടുത്ത് കുറ്റം ഉണ്ടാവില്ല. കാരണം അത് നീ അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള നിയ്യത്തോടെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. അതല്ല, ജനങ്ങളെ കാണിക്കാനും കയറി വരുന്നവരൊക്കെ മഹാസംഭവമായിട്ട് എന്റെ വീടിനെ പറ്റി പുകഴ്ത്താനുമാണെങ്കിൽ അത് പടച്ചോനോട് നീ കാണിക്കുന്ന അനാദരവാണ്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. നിനക്ക് മാന്യമായി വസ്ത്രം ധരിക്കാൻ പാടുണ്ടോ, നീ ധരിച്ചോ. അതിനർത്ഥം നീ വെള്ളം മാത്രം ധരിക്കണം, അതെന്നെ കീറിപ്പറഞ്ഞിട്ട് അടയുമ്പടി ഒട്ടയായാലുണ്ടണം, രാഷ്ട്രീയക്കാരെ മാതിരി ലാളിത്യം കാണിക്കാൻ ഇട്ട് നടക്കണം എന്നല്ല ആ ഹദീസിനെ വ്യാഖ്യാനിക്കേണ്ടത്, ആയത്തിനെ പഠിക്കേണ്ടത്. മാന്യമായിട്ട് എനിക്കൊരു നല്ല വസ്ത്രം ഇടാൻ പറ്റുമോ, നീ വാങ്ങണം, നീ അത് ധരിക്കണം. മാന്യമായിട്ട് നീ നിന്റെ ശരീരത്തോടും നീതി കാണിക്കണം. നിനക്കത് മാന്യതയോടെ ധരിക്കുമ്പോൾ ഒരു ഭംഗിയോ അലങ്കാരവും ഉണ്ടോ, അള്ളാഹു പറഞ്ഞു അതായിക്കോട്ടെ. യുവാരി സൗഹാത്തിക്കും വരീഷ. പടച്ചോൻ വസ്ത്രം തരുന്നത് ഭംഗിക്കും അതോടൊപ്പം നഗ്നത പറയാനുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹ് തന്നത് നിങ്ങൾ വെറുക്കണമെന്നോ അതൊന്നും ഉപയോഗിക്കാതെ സ്വന്തം മക്കൾക്കോലും നല്ലോണം ഒരു വസ്ത്രവും ഒരു ഭക്ഷണവും പെണ്ണുങ്ങൾക്കൊരു തീരുമാനം കൊടുക്കാതെ ഉള്ള മിച്ചം പിടിച്ച് വിശ് കാണിച്ച് ദുനിയാവുണ്ടാക്കണം നല്ലവറിന്. അതിൽ ഉൾക്കൊണ്ട് നീ ജീവിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു അതൊക്കെ ചെലവാക്കുമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നിന്നോട് കാണിച്ച ആ നന്മ നീ ജനങ്ങളോടും കാണിക്കണം, അള്ളാഹിനോടും കാണിക്കണം. അള്ളാഹു നിനക്ക് ചെയ്തു തന്ന ആ നന്മ അള്ളാഹുവിനോട് നീ നന്ദി കാണിക്കണം. നിന്നെ അത് ഏൽപ്പിച്ച റബ്ബിനോട് നന്ദി കാണിക്കുന്നതോടൊപ്പം അള്ളാഹ് നിന്നോട് കാണിച്ചതുപോലെ നീ നിന്റെ പാവപ്പെട്ടവരോടും കാണിക്കണം. ഈ 2 സൂചനകൾ അള്ളാഹ് തന്നിട്ട് പറയാ, അത് സൂക്ഷിച്ചാൽ മതി. പടച്ചോൻ തന്നയിൽ അള്ളാഹിനെ നന്ദി കാണിക്കുക, കൊടുക്കുന്നിടത്തും ആ പടച്ചോന്റെ തൃപ്തിക്കനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി. എന്തേ അള്ളാഹ് പറയുന്നുള്ളൂ, പടച്ചോൻ തന്ന മുതലുകൊണ്ട് ദുനിയാവിൽ ഫസാദ് ഉണ്ടാക്കരുത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന വൃത്തികേടിനും തോന്നിയാസത്തിനും അത് ചെലവാക്കരുത്. ഒരു ഗുണവുമില്ലാത്ത തോന്നിയാസങ്ങൾക്ക് വേണ്ടി ആ പൈസ ഇനി ചെലവാക്കരുതെന്നേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. കല്യാണത്തിനൊരു ഭക്ഷണം കൊടുത്തോ, പക്ഷേ തലേന്ന് ഗാനമേള ട്രൂപ്പിന് കൊടുക്കുന്നത് അള്ളാന്റെ വരുമാനത്തിൽ പെടുത്തണ്ട, അള്ളാന്റെ വകുപ്പിലും പെടുത്തണ്ട. നീ കല്യാണത്തിന് ക്ഷണിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഫുഡിങ് കൊടുത്തോ, പക്ഷെ എന്ന് കരുതി ആ കൂട്ടുകാരന് വേണ്ടി പൊടിക്കുന്ന പടകത്തിന്റെ കണക്ക് നീ പടത്തോന്റെ ദുനിയാവില് അള്ളാന്റെ തൃപ്തിന്റെ കണക്ക് പെടുത്തണ്ട. അത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതാണെന്ന് ചിന്തിച്ചാൽ മതി. എന്നിട്ട് ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെ പടച്ചോൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ല, അള്ളാഹ് അവരെ വെറുക്കുകയാണ് എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവ് ഏത് സമയവും അവസാനിക്കും. എത്ര കാലം ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും എനിക്കൊരുറപ്പുമില്ല. എത്ര കാലം ഉള്ളിലേക്ക് വലിക്കാൻ ഈ ശ്വാസം പടച്ചോൻ തരും, യാതൊരു ഗ്യാരണ്ടിയുമില്ല. എത്ര കാലം ഈ നെഞ്ചുംകൂടിനുള്ളിൽ അത് മിടിക്കും, ഒരു പ്രതീക്ഷയില്ല. ഏത് സമയവും അള്ളാന്റെ കബറിന്റെ വക്കിലേക്ക് നമ്മൾ എത്തും. ഈ യാത്ര അവസാനിക്കുന്നത് നമ്മുടെ ബെഡ്റൂമിലല്ല,
പടച്ചോന്റെ കബറിന്റെ വക്കില. ആ കബറിന്റെ അരികിലെത്തുന്നത് വരെ മാത്രമേ എനിക്കിങ്ങൾക്കും ദുനിയാവിൽ അവസരമുള്ളൂ. ഒരിക്കൽ പോലും തിരിച്ചു കിട്ടാത്ത അവസരം. ആ തിരിച്ചറിവോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവനാ ഒരു നല്ല വിശ്വാസി, ഒരു നല്ല മുസ്ലിം. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. അള്ളാഹുവെ, മക്കളില്ലാതെ ഒരുപാട് കുടുംബം ഇണകൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. റബ്ബെ, മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളും നീ എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع الدعاء. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് നാഥ. ദുനിയാവിൽ ഒരുപാട് പ്രയാസത്തിൽ പെട്ടുപോയവർ, കടബാധ്യതയിൽ പെട്ടുപോയവർ, ഹറാമായ പല സാമ്പത്തിക ഇടപാടുകളിലും പെട്ടുപോയവർ, റബ്ബെ, എല്ലാം നല്ല നിലക്ക് അവസാനിക്കാനും ഹലാലായ സമ്പാദ്യത്തിലേക്ക് എത്താനും കടം വീട്ടാനും മനസ്സംതൃപ്തിയോടെ പടച്ച റബ്ബിന്റെ അരികിലേക്ക് മടങ്ങാനും ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ.